അഭിഷേകത്തിൻ്റെ പകർച്ച അല്ലെങ്കിൽ ഇമ്പാർട്ടേഷൻ. കഴിഞ്ഞ ദിവസം പാർട്ട് 1 എടുത്ത്, ഇത് പാർട്ട് 2 ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് വാട്ട് യു പ്രീച്ച്, ഇറ്റ്സ് വാട്ട് യു ആർ ദാറ്റ് അഫക്ട്സ് ദ കോൺഗ്രിഗേഷൻ. നീ ആരാണ് ദൈവത്തിൽ. അത് മോശയുടെ അഭിഷേകം അത്രമാത്രം 40 ദിവസം ദൈവത്തോടു കൂടെ നിന്നപ്പോഴത്തേക്ക് അത്ര ശക്തമായി. അതുകൊണ്ട് ദൈവം നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു, അഭിഷേകം, മോശയുടെ അഭിഷേകത്തിന്, മോശയുടെ ആത്മാവിനെ വേറെ 70 പേരുടെ മേലേക്ക് ദൈവം പകർന്നു കൊടുത്തു. പഴയ നിയമത്തിൽ അങ്ങനെയാണ് ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടി അഭിഷേകം എല്ലാവരിലും പകർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, പക്ഷെ ആരും അറിയുന്നില്ല. അതുകൊണ്ട് വചനത്തിൻ്റെ ഉറപ്പുള്ളവർ അത് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അതാണ് ഞാൻ ഈ ചെയ്യുന്നത്. അപ്പോൾ അഭിഷേകത്തിൻ്റെ പുഷ്ടി ഉണ്ടാകണമെങ്കിൽ വചനം മെഡിറ്റേറ്റ് ചെയ്യണം, ദൈവസന്നിധിയിൽ ഇരിക്കണം. അപ്പം നമ്മൾ ഇറ്റ് ഈസ് ആക്ച്വലി ഹൂ യു ആർ ദാറ്റ് മാറ്റേഴ്സ്. ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്നത് എന്നിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ എനിക്ക് ഏതില്ല. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രത്യേക കൃപയുണ്ട്, വചനം പറയാനുള്ള കൃപയുണ്ട്, അതായിരിക്കണം ഞാൻ ഇമ്പാർട്ട് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആലോചനയുടെയും കോപഭക്തിയുടെയും ആത്മാവിനെ ഇമ്പാർട്ട് ചെയ്യും. അപ്പം നമുക്ക് ദൈവം എന്താണ് തന്നിരിക്കുന്നത് അതേ ഇമ്പാർട്ട് ചെയ്യാനൊക്കത്തുള്ളൂ. നമുക്കില്ലാത്ത നമുക്ക് കൊടുക്കാനൊക്കത്തില്ല. ഒക്കുമോ? അത് വളരെ. അപ്പോൾ ഈ ഒരാൾ വേറൊരാൾ ചെയ്യുമ്പം അവർക്കത് ചെയ്യാൻ അധികാരം ഇല്ലയെന്ന് പറയുമ്പോൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന്, അവർക്കില്ലാത്ത അവകാശം അല്ലെങ്കിൽ അഭിഷേകമാണ് നമുക്കുള്ളത്. ഇപ്പം വേറൊരാൾ ചെയ്യുന്ന ദൈവത്തിന് പ്രയോജനമുള്ളതാണെങ്കിൽ നമ്മളവരെ വിലക്കേണ്ട ആവശ്യമില്ല. അത് അവരവർ ചെയ്തിട്ട് ദൈവരാജ്യം വലുതാക്കണം എന്നുള്ളതായിരിക്കണം നമ്മുടെ മെയിൻ പോയിൻ്റ്. പിതാവിൻ്റെ ആഗ്രഹം ലോകത്തിലുള്ള സകലരും പുത്രനിലേക്ക് കൂടെ കടന്നു വരണമെന്നുള്ളതാണ്. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇന്ന ആളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ദൈവത്തെ ആക്കി വെക്കരുത്. ഈ ദൈവം വലിയവനാണ്. അപ്പോൾ നമ്മൾ പറയണം ഇമ്പാർട്ടേഷൻ ഈസ് വാട്ട് യു ആർ, വാട്ട് യു പ്രൊഡ്യൂസ്. യു ക്യാൻ ബിൽഡ് അതേഴ്സ് ആസ് യു ആർ. യു ആർ ഗോഡ്സ് സീഡ് ആൻഡ് ഗോഡ്സ് സീൽ ഓൾസോ. അതായത് ദൈവത്തിൻ്റെ വിത്താണ് എന്നിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ, ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് എങ്കിൽ, അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ ശക്തി, നമ്മുടെ മേലുള്ള ആത്മാവിൻ്റെ പകർച്ച മറ്റുള്ളവരിലുണ്ടാകും. അത് എക്സാമ്പിൾ എടുക്കാം. ഇപ്പോൾ ഒരാൾക്ക് കോവിഡിൻ്റെ അസുഖമുണ്ട്. അയാൾ തൊടുന്നതിലെല്ലാം അയാളുടെ സലൈവയിൽ കൂടെ കോവിഡ് പകരുന്നുണ്ട്, അയാൾ അറിഞ്ഞാലും ഇല്ലേലും. അതുകൊണ്ടാണ് നമ്മൾ മാസ്ക് ഇടുന്നത്. ഇപ്പം അങ്ങനെ ഈ ദുഷ്ടപിശാചിൻ്റെ ഓരോ അസുഖങ്ങൾക്ക് പകർച്ചയുണ്ടെങ്കിൽ മഹാശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരാൻ എന്താ തടസ്സം? വെള്ളത്തിനകത്ത് ഒരു ചെറിയ ഓളം ഉണ്ടായെങ്കിൽ ആ ഓളം വെള്ളം കുടം മുഴുവൻ പകരുമെങ്കിൽ എന്താണ് പ്രശ്നം? അതുകൊണ്ട് കർത്താവ് ഒരാൾക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് മാനിക്കുന്നവർക്ക് അതിന് പ്രയോജനമുണ്ട്. വർഷങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. ഷീസ് നൗ ഇൻ അമേരിക്ക. അപ്പോൾ ആ കൊച്ച് പ്രശ്നം വരുമ്പോഴൊക്കെ എന്നോട് ഓരോന്ന് ചോദിക്കും. ഞാൻ പരിശുദ്ധാത്മാവ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആത്മാവ് അന്നേരം തോന്നിക്കുന്നത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഞാൻ ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്, ആ കൊച്ചത് ദൈവത്തിൻ്റെ വചനം പോലെ ഏറ്റെടുത്തോട്ട് പോകും, അത് നടക്കുകയും ചെയ്യും. അത് നടന്ന് കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കും, അയ്യോ ആ കൊച്ചത് വിശ്വസിച്ചു, അത് കിട്ടിയല്ലോ. അപ്പം നമ്മൾ പറയുന്നത് ആത്മാവിലാണെന്ന് പറയുന്നെന്ന് അവർ മനസ്സിലാക്കി വിശ്വസിച്ചാൽ പോലും അവർക്ക് പ്രയോജനം കിട്ടുമെങ്കിൽ എന്തുമാത്രം നമ്മളെ കൊണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ ഐ വാണ്ട് ടു ബി ആൻ ഇമ്പാർട്ടർ. ഞാൻ ഒരു പകർച്ച അല്ലെ ആത്മാവിനെ കൊടുക്കുന്ന ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ചേഞ്ച് മീ, എന്നെ മാറ്റി എന്നെ രൂപാന്തരപ്പെടുത്ത്. എനിക്കൊരു വ്യത്യാസം തന്നേ ഒക്കത്തുള്ളൂ, എന്നിൽ കൂടെ മറ്റുള്ളവരിലേക്ക് പകർന്നേ ഒക്കത്തുള്ളൂ. ഈ ആത്മാവിൻ്റെ ചൈതന്യം വരട്ടെ എന്ന് പറയാനുള്ള കൃപ നമുക്കുണ്ടാകുമ്പോൾ ദൈവം എടുത്ത് ഉപയോഗിക്കും. കന്യാമറിയാമ്മ ചെന്നു എലിസബത്തിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ മറിയയിലുള്ള മറിയയുടെ ശബ്ദം കേട്ടപ്പം പ്രജ സന്തോഷിച്ചു. എലിസബത്തിനകത്തുള്ള, അതായത് ആത്മാവിനറിയാൻ സാധിക്കും. ആത്മാവ് കുഞ്ഞ് സംസാരിച്ചെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ദ പ്രസൻസ് ഇറ്റ് സെൽഫ്. ഇതൊക്കെ എന്തിനാണ് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാൻ കൂടെ അല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കും. പ്രയാസം വരുമ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് നീങ്ങുന്നില്ല എങ്കിൽ ഈ വരമുള്ളവരെ വിളിച്ചു വരുത്തി നമ്മൾ പ്രാർത്ഥിപ്പിക്കാറില്ലേ? എന്തിനാ? അത് സാധിക്കും. ബിക്കോസ് ഒരാൾ 100 പേരെ ഓടിച്ച് 2 പേരും 10,000 പേരെ ഓടിക്കാനുള്ള ശക്തിയുണ്ട്. ഇത് ആത്മീയ ഗോളത്തിൽ ദുഷ്ടാത്മാവിനോടുള്ള ശത്രുവിനോടുള്ള യുദ്ധമാണ്.
ഇത് വ്യക്തികളെ കുറ്റം പറഞ്ഞ് നമ്മൾ ഇരിക്കരുത്. അപ്പോൾ അഭിഷേകം ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കണം. റോമർക്കെഴുതിയ ലേഖനം 15:29 പറയുന്നുണ്ട്, പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുഗ്രഹ പൂർത്തിയോടെ വരും. അങ്ങനെ വരും, ക്രിസ്തുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അതിനാൽ ഞാൻ വരുമ്പോൾ എന്നിൽ കൂടെ ഇമ്പാർട്ടേഷൻ നടന്നില്ലേ? നമ്മൾ ഓരോ പ്രെയർ മീറ്റിംഗ് പോകുമ്പം അവിടെ എങ്ങനെയാണ് അതിശയങ്ങൾ നടക്കുന്നത്? നമ്മൾ ആത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയും, വചനത്തിൽ കൂടെ ആയിരിക്കും. പക്ഷേ ആത്മാവ് ഉള്ളവർക്ക് അത് തിരിച്ച് വിവേചിച്ചറിഞ്ഞ് അവരുടേതായിട്ടത് എടുക്കുമ്പോൾ അത് സംഭവിക്കുക. പറയാനൊരാൾ വേണ്ടേ? വചനം റോമർക്കെഴുതിയ 10 പറയുന്നുണ്ട്, വചനം പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും, പറയാതെ എങ്ങനെ? വചനം സമീപസ്ഥമാണ്, പക്ഷെ ആരേലും പറയണം. കൂടുതൽ വിളവെടുക്കാൻ ആളുകൾ ആവശ്യമുണ്ട് എന്ന് ദൈവം പറയുന്നു. അപ്പോൾ നമ്മുടെ ഭൂമി, നമ്മുടെ വീട് ഒക്കെ ഇരുട്ടിൽ കിടക്കുന്നിടത്ത് അഭിഷേകമുള്ളവർ ഇറങ്ങി വരട്ടെ, അഭിഷേകമുള്ള. അപ്പം നമ്മൾ അഭിഷേകത്തിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന 47-ാം അധ്യായത്തിൽ നമ്മളൊന്ന് നോക്കാൻ പോവുകയാണ്. 47-ാം അധ്യായത്തിൽ നമുക്കറിയാം വെള്ളം ഉമ്മരപ്പടിയിൽ നിന്നും ഒഴുകുന്നതിനെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. എസെക്കിയേൽ 47-ലാകുമ്പോഴത്തേക്ക് വെള്ളം എങ്ങനെയാണ് ഒഴുകുന്നതെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. അവൻ എന്നെ അവൻ്റെ ആലയത്തിൻ്റെ പ്രവേശത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴേ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവരണം. എവിടെ ഇത് തുടങ്ങിയോ അവിടെ കൊണ്ടുവന്ന് നിർത്തണം. എനിക്കിത് അല്ല, ഇത് എവിടുന്നാണ് തുടങ്ങിയത്? എവിടെയാണ് ഇതിൻ്റെ തുടക്കം? വേർ ഈസ് ദ സോഴ്സ്? തുടക്കം കണ്ടുപിടിക്കണം. തുടക്കമില്ലാതെ അതിൽ യെശയ്യാവ് തന്നെ പറയുന്നുണ്ടല്ലോ, വെട്ടിയെടുത്ത പാറയിലേക്ക് നീ തിരിഞ്ഞു നോക്ക്. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, പക്ഷേ ആര് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും? യെശയ്യാ പ്രവാചകൻ 50 നോക്കാം, നമ്മൾ 54-ലാന്ന് തോന്നുന്നു. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നമ്മൾ ഇതിൻ്റെ ഉറവയിലോട്ട് തിരിച്ചു പോകണം. എന്നിട്ട് അവിടുന്ന്, അതുകൊണ്ടാണ് ഉമ്മരപ്പടിയിൽ, എന്തുകൊണ്ട് നമ്മളെ തിരിച്ചു ദൈവം കൊണ്ടുവരികയാണ്. എപ്പോഴും ഓർക്കണം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ജോലി നമ്മളെ തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു എവിടെ? അവനിലേക്ക്. അതാണ് നമ്മളോട് പറയുന്നത്. നീതിയെ 51 നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ, എൻ്റെ വാക്ക് കേൾക്ക്. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനി ഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്ക്. എന്താണ്? നിങ്ങളുടെ പിതാവായ അബ്രഹാമിൻ്റെയും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. അത്രയും മതി. അപ്പം പിന്നെ പറഞ്ഞ് യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമി ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെ ആക്കും. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതവും അവിടെ ഉണ്ടാകും. എന്താണ്? ദൈവം വരുന്നിടത്ത് ആനന്ദമുണ്ട്, സ്തോത്രമുണ്ട്, സംഗീതമുണ്ട്, ഉല്ലാസമുണ്ട്. ഉറവയിലേക്ക് തിരിച്ചു വാ. അതാണ് നമ്മളെക്കൊണ്ട് ദൈവം ഒന്നും ഉദ്ദേശിക്കുന്നത്. ഇത് അഭിഷക്തന്മാരുടെ ജോലി ഇതാണ്, തിരിച്ചു കൊണ്ടുപോകണം. എവിടുന്ന് വന്നു മറന്ന് ജീവിക്കാനൊക്കത്തില്ല. കുടുംബയോഗം കൂടുന്നു, പള്ളിയിൽ കൂടുന്നു നമ്മൾ, പിന്നെ ഇടയ്ക്ക് പ്രയർ. എന്തിനാണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? എവിടുന്നാണ് ഇതിൻ്റെ ഉറവയെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ടാണ് അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിൽ കൊണ്ടുചെല്ലണം, മടക്കി കൊണ്ടുവരണം. ഒരു മടക്കയാത്രയുണ്ട് വിശ്വാസിക്ക്. ഈ വർഷാവസാനം ഒരു മടക്കയാത്രയായി മാറട്ടെ. എവിടെയാണ് ഇതിൻ്റെ ഉറവ? അത് കണ്ടുപിടിക്കുക. അങ്ങനെ വെള്ളം ഉമ്മരപ്പടീൻ്റെ കിഴക്ക് ഭാഗത്തുനിന്ന്, കിഴക്ക് ദൈവം സൂര്യൻ ഉദിക്കുന്ന കിഴക്ക് ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഉമ്മരപ്പടി പള്ളികളൊക്കെ കിഴക്ക്, ആ കിഴക്ക് സ്ഥലത്തുനിന്ന് ഉറവയെ ഒഴുകുന്നിടത്ത് കൊണ്ടുവന്ന് നിർത്ത്. ദൈവത്തിൻ്റെ ഉറവയിലേക്ക് തിരിച്ചു കൊണ്ടുപോവാ. അത് ഫ്ലോ ചെയ്യാണ്. ചുമ്മാതെ അത് വെറുതെ ബഹളം വെച്ച് നടക്കുകയല്ല.
അഭിഷേകം ഒഴുകലാണ്. അഭിഷേകം അടിച്ചേൽപ്പിക്കുകയല്ല. ദൈവം പറയുന്നു, എൻ്റെ ആലയത്തിൽ നിന്ന് ഒഴുകുന്നതായ വെള്ളം ഒഴുക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് അനേകരെ ആകർഷിച്ചു കൊണ്ടുവരാൻ നീ വചനം അയച്ചുകൊണ്ടേയിരിക്കുക. വചനം അയക്കട്ടെ, വചനം ജീവൻ വെക്കട്ടെ, വായുമണ്ഡലം ശുദ്ധമാക്കട്ടെ. ഇവിടെ ചുറ്റുപാടുള്ള ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എടുക്കുകയാണ്. ഇവിടെ ചുറ്റും പരിശുദ്ധാത്മാവിൻ്റെ ദൂതഗണങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവുള്ളവർ കയറി ഇറങ്ങട്ടെ. ഇവിടെ വരുന്നവർ ആത്മാവിൽ നിറയട്ടെ, ദൈവ ചൈതന്യം കൊണ്ട് നിറയട്ടെ. ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അഭിഷേകം ഒഴുകും. ഇറ്റ്സ് എ ഫ്ലോയിങ് തിങ്. അഭിഷേകം ഫ്ലോ എന്ന് വെച്ചാൽ നല്ല ഒഴുക്കിലത് വീഴും, അല്ലാതെ ഇടിച്ചു തല്ലിയല്ല. ആ ഒരു അഭിഷേകത്തിലേക്ക് വരുമ്പം നമുക്ക് നമ്മളെ തന്നെ ശാന്തരാക്കി കാണാൻ സാധിക്കും. വലിയ ബഹളം വെച്ച് വെപ്രാളം പിടിച്ച് കസേര ഇടിച്ച് കസേര ഓടിച്ച് അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വി സ്പീക്ക്, ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ വചനം അയക്കുമ്പോൾ അത് സംഭവിക്കണം. സംഭവിക്കാതിരിക്കാനൊക്കത്തില്ലല്ലോ. ഇത് ഇരുട്ടിൽ വലിയ പ്രകാശം പോലെ ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവാഴ്ത്തലയുള്ള വാളായിട്ട് ചെന്നുകൊണ്ടിട്ട് പ്രവർത്തിച്ചിട്ട് ഉത്തരവുമായിട്ട് തിരിച്ചു വരുന്നതാണ്. അതാണ് അഭിഷിക്തന്മാരുടെ ജോലി. ഉറവയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് നിർത്തുകയാണ്. വെള്ളം ഒഴുകുകയാണ്, അഭിഷേകം ഒഴുകാൻ തുടങ്ങിയിരിക്കുകയാണ്. അനേക മക്കൾക്ക് അഭിഷേകം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് ഒഴുക്കുന്ന വെള്ളം ഒരിക്കലും നിൽക്കത്തില്ല. അതാണ് ഇപ്പം നമ്മൾ യേശു ക്രിസ്തു തുടങ്ങിയത് ഒരിക്കലും നിൽക്കത്തില്ല. ലോകമുള്ളിടത്തോളം കാലം നിൽക്കും, അത് നമുക്കറിയാം. പിന്നെ നമ്മൾ യേശു ക്രിസ്തു പൗലോസ് തുടങ്ങിയത്, പൗലോസ് മരിച്ചിട്ട് എത്ര കാലമായി, അത് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. നമ്മുടെ പിതാക്കന്മാർ വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അമ്മയപ്പന്മാർ. അതിൻ്റെ പ്രയോജനം നമ്മൾ അനുഭവിക്കുകയാണ്. ഇതൊക്കെ ഒഴുകലാണ്. ആ ഒഴുക്കിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, അഭിഷേകത്തിൻ്റെ പുഷ്ടി നുക ഒടിക്കുന്നു. അഭിഷേകം ഒരു പകർച്ചയാണെന്ന് പഠിപ്പിച്ചു. അത് ഞാൻ ഏത് വചനം എടുക്കുന്നു എന്നുള്ളതല്ല, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണോ ഇത് പറയുന്നത്, ആ കണക്ഷൻ ശരിയാണോ? മുന്തിരിയാകുന്ന വള്ളിയിലേക്ക്, മുന്തിരിയാകുന്ന ക്രിസ്തുവിലേക്ക് വള്ളികളാകുന്ന ഞങ്ങൾ ചേർത്ത് നിന്നിട്ടാണോ ഇത് പറയുന്നത്? വേരാണല്ലോ ഒരു വൃക്ഷത്തെ താങ്ങുന്നത്. വേരില്ലാത്ത ഒരു സന്ദേശവും പോകരുത്. അപ്പച്ച ഉറവയിലേക്ക് തിരിച്ചു നോക്കാനാണ് പറയുന്നത്. സെക്കേലിനോട് പറയുന്നു, തിരിച്ചു നോക്ക. എവിടെ അതിൻ്റെ ഉമ്മരപ്പടി? കിഴക്ക് നിന്ന് വെള്ളം ഒഴുകിയത് ഇന്നും ഒഴുകി. പഥ്യമായ വെള്ളം എവിടെയെല്ലാം ചെന്നോ അവിടെ ജീവൻ വെച്ചു. വചനം ചെല്ലുന്നിടത്തെല്ലാം ജീവൻ ഉണ്ടാകണം കർത്താവേ. തലമുറകളുടെ മേൽ, ഞങ്ങളുടെ മേൽ, കുടുംബത്തിലെ പണസംബന്ധമായ ആരോഗ്യത്തിൽ, മക്കളുടെ ആത്മീയ ഐക്യതയിൽ, കുടുംബ ജീവിതത്തിൽ, മക്കളെ പഠിപ്പിക്കുന്നതിലൊക്കെ ആവശ്യമുണ്ട്. എൻ്റെ ദൈവ ചൈതന്യം ഇന്ന് ഒഴുകട്ടെ. തലമുറ മേലിത് ചെന്ന് വ്യാപരിക്കട്ടെ. എൻ്റെ നീട്ടിയ ഭുജം കൊണ്ട് നീ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യും. വാങ്ങിച്ചെടുക്കാനുള്ള വിനയ ഹൃദയം അപ്പച്ചൻ നട്ടുകൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. അപ്പച്ചൻ തീരുമാനിച്ചത് നടക്കും. അവൻ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ വിശ്വസ്തൻ. അപ്പച്ചൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ. ആമേൻ.